ടോക്സിൻ്റെ മറ്റൊരു PSC ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കെമിസ്ട്രിയുടെ നെക്സ്റ്റ് പാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പോളിമേഴ്സ് എന്ന് പറയുന്ന പോർഷനായിരുന്നു. പോളിമേഴ്സിൽ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് പഠിച്ചിരുന്നു. എന്തൊക്കെയാണ്? ബയോ പോളിമേഴ്സ്, നാച്ചുറൽ പോളിമേഴ്സും പിന്നെ എന്താണ് ആർട്ടിഫിഷ്യൽ പോളിമേഴ്സ്, അല്ലെങ്കിൽ എന്താണ് ബയോ പോളിമർ, അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള പോളിമറുകൾ, പിന്നെന്താ പ്രകൃതിദത്ത പോളിമറുകളും പിന്നെ കൃത്രിമ പോളിമറുകളും അല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ മറ്റൊരു ക്ലാസിഫിക്കേഷൻ കൂടി നടത്തിയിരുന്നു. എന്തൊക്കെയാണ്? നാരുകൾ അല്ലെങ്കിൽ ഫൈബേഴ്സ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകൾ, റബ്ബറുകൾ എന്നിങ്ങനെ പറഞ്ഞ് നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ചെയ്തിരുന്നു. ആ ക്ലാസിഫിക്കേഷനിൽ തന്നെ നമ്മൾ ഏതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്? ഫൈബർ അല്ലെങ്കിൽ നാരുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് പ്ലാസ്റ്റിക്കുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പ്ലാസ്റ്റിക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ടെഫ്ലോൺ അല്ലേ. ടെഫ്ലോണിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ടെഫ്ലോൺ എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലേക്ക് ഉൾഭാഗം കവർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് എന്ത്? ടെഫ്ലോൺ എന്ന് പറയുന്നത് അല്ലേ. ഈ ടെഫ്ലോണിനെ നമ്മൾ എങ്ങനെയാ പറയാന്ന് പറഞ്ഞത്? PTFE എന്നാണ് ടെഫ്ലോണിന്റെ പേര് പറയുന്നത് അല്ലെ. എന്താ PTFEയുടെ ഫുൾ ഫോം വരുന്നത്? പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ അല്ലെ. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ടെഫ്ലോൺ എന്ന് പറയുന്നത് എന്താണ്? PTFE എന്നാണ് പറയാ. അതിനെ എങ്ങനെയാണ് നമ്മൾ ഇലബറേറ്റ് ചെയ്തിടാം? പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ അല്ലേ. പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ. ഇനി ഈ ടെഫ്ലോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആരാണ് ടെഫ്ലോൺ കണ്ടുപിടിച്ചത്? ജെ പ്ലങ്കറ്റ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ആരാണ്? ജെ പ്ലങ്കറ്റ്. ജെ പ്ലങ്കറ്റ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? ടെഫ്ലോൺ കണ്ടുപിടിച്ചത്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് പോളിത്തീനെ കുറിച്ചിട്ടാണ്. പോളിത്തീനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, ഏറ്റവും അധികം മനുഷ്യർ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിനം എന്ന് ചോദിച്ചാൽ ഏതാണ്? പോളിത്തീനാണ്. എന്താണ്? ഏറ്റവും അധികം മനുഷ്യർ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ വരുന്നത്? പോളിത്തീൻ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കിനം ഏതാണ്? അതും പോളിത്തീൻ തന്നെയാണ്. അതായത് മനുഷ്യർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതും ഏറ്റവും കൂടുതലായിട്ട് മനുഷ്യർ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള പ്ലാസ്റ്റിക്കിനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പോളിത്തീൻ. ഓക്കെ, പോളിത്തീൻ. ഈ പോളിത്തീന്റെ മോണോമർ എന്തായിരിക്കും? പോളിത്തീൻ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ ആയിട്ട് മനുഷ്യർ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിനമാണ് പോളിത്തീൻ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതും എന്ത് തന്നെയാണ്? പോളിത്തീൻ തന്നെയാണ്. ഈ പോളിത്തീൻ എന്ന് പറയുമ്പോൾ അതിന്റെ മോണോമർ എന്തായിരിക്കും? പോളി എത്തിലീൻ എന്നാണ് പോളിത്തീൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മോണോമർ എന്തായിരിക്കും? എത്തിലീൻ ആണ്. എത്തിലീൻ അല്ലെങ്കിൽ എഥീൻ ആണ് മോണോമർ ആയിട്ട് വരുന്നത്. ഓക്കെ, എത്തിലീൻ ഓർ എത്തീൻ ആണ് മോണോമർ ആയിട്ട് വരുന്നത് പോളിത്തീന്റെ. ഇനി ഈ പോളിത്തീൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹാൻസ് വോൺ പെക്മാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എത്തിലീൻ കണ്ടുപിടിച്ചത്. ആരാണ്? ഹാൻസ് വോൺ പെക്മാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. ഹാൻസ് വോൺ പെക്മാൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് എന്ത് കണ്ടുപിടിച്ചത്? എത്തിലീൻ കണ്ടുപിടിച്ചത്. ക്ലിയർ? ഇനി അടുത്ത ടൈപ്പ് പ്ലാസ്റ്റിക് നമുക്ക് പഠിക്കാനായിട്ടുള്ളതാണ് ബേക്ക്ലെറ്റ്. എന്താണ് ബേക്ക്ലെറ്റ്? ബേക്ക്ലെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്ക്ലെറ്റ് ആണ്. ഓക്കെ, ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് വരുന്നത്? ബേക്ക്ലെറ്റ്. ആദ്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ച പ്ലാസ്റ്റിക്, കൃത്രിമമായിട്ട് കണ്ടുപിടിച്ച പ്ലാസ്റ്റിക് ഏതാണ്? ബേക്ക്ലെറ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന് സമാനമായിട്ട് നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ച പദാർത്ഥം
ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് പാർക്കസീൻ. എന്താണ്? പ്ലാസ്റ്റിക് അല്ല, പക്ഷെ പ്ലാസ്റ്റിക്കിന് സമാനമായിട്ടൊരു സാധനം നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് എന്താണ്? പാർക്കസീൻ. ഏതായിരുന്നു? പാർക്കസീൻ. പ്ലാസ്റ്റിക്കിന് സമാനമായിട്ട് നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ച പദാർത്ഥമാണ് എന്ത്? പാർക്കസീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2 ടൈപ്പ് പ്ലാസ്റ്റിക്കുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് തെർമോ പ്ലാസ്റ്റിക്കും മറ്റേത് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കാണ്. ഏതൊക്കെയാണ് 2 ടൈപ്പ് പ്ലാസ്റ്റിക്കുകളുള്ളത്? തെർമോ പ്ലാസ്റ്റിക്കും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കും. അപ്പൊ നമുക്ക് പ്ലാസ്റ്റിക്കിനെ 2ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? തെർമോ പ്ലാസ്റ്റിക്സും അടുത്തത് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കും. ചൂടാക്കുമ്പോൾ ആ പ്ലാസ്റ്റിക് സോഫ്റ്റ് ആവും, മൃദുവാവുകയും പിന്നെ അത് തണുക്കുമ്പോൾ എന്താകും? ദൃഢമാവും. വീണ്ടും അതിനെടുത്ത് ഈ തണുത്ത സാധനത്ത് എന്തായി? ദൃഢമായി. അതിനെ വീണ്ടും എടുത്ത് നമ്മൾ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് മൃദുവും വീണ്ടും തണുക്കുമ്പോൾ ദൃഢമാകും. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് സ്ഥിരമായിട്ട് ദൃഢമാകാത്തവയാണ് എന്ത്? തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. എന്താണ്? നമ്മൾ ഒരു വട്ടം അതിനെടുത്ത് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്താ? ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മാറും. പിന്നെ അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ അത് വീണ്ടും ഹാർഡാവും. പിന്നെ വീണ്ടും ആ ഹാർഡായ സാധനത്തിന് നമ്മൾ വീണ്ടും എടുത്ത് ചൂടാക്കാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതെന്താ? വീണ്ടും സോഫ്റ്റ് ആവും, വീണ്ടും ഹാർഡാവും. അങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ളവയാണ് നമ്മൾ എന്ത് പറയുന്നത്? തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. എന്നാൽ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കിനെ ചൂടാക്കുമ്പോൾ അത് മൃദുവാകും, വീണ്ടും തണുക്കുമ്പോൾ അത് എന്ത് ചെയ്യും? ദൃഢമാകും, ഹാർഡായിട്ട് മാറും. എന്നാൽ വീണ്ടും ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും സോഫ്റ്റ് ആവില്ല. അങ്ങനെയുള്ള പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? സ്ഥിരമായിട്ട് ദൃഢമാവാത്തവയാണ്. എന്നാൽ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണെങ്കിലോ സ്ഥിരമായിട്ട് ദൃഢമാകുന്നവയാണ്. ഒരു വട്ടം ചൂടാക്കി അത് സോഫ്റ്റായി, വീണ്ടും അത് തണുത്തു, എന്തായി? ഹാർഡായി. പക്ഷെ വീണ്ടും ഒരിക്കൽ കൂടി നമ്മളത് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും സോഫ്റ്റ് ആവില്ല, അത് പെർമനന്റ് ആയിട്ട് ഹാർഡായിട്ട് തന്നെ ഇരിക്കും. അതാണ് സ്ഥിരമായിട്ട് ദൃഢമാകുന്നവയാണ് എന്ത്? തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. എന്നാൽ സ്ഥിരമായിട്ട് ദൃഢമാകാത്തവയാണ് എന്ത്? തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ തെർമോ പ്ലാസ്റ്റിക്കുകൾക്കൊക്കെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? തെർമോ പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ ആണ് പോളിത്തീൻ, PVC. PVC എന്ന് പറയുന്നത് എന്താണ്? പോളിവിനൈൽ ക്ലോറൈഡ് അല്ലെ? ഈ പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ മോണോമർ എന്തായിരിക്കും? പോളിവിനൈൽ ക്ലോറൈഡിന്റെ വിനൈൽ ക്ലോറൈഡ് ആണ് പോളിവിനൈൽ ക്ലോറൈഡ്. അതായത് പോളി വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പോളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരുപാട് അല്ലെ? അനേകം എന്നാണ് അർത്ഥം. നമ്മൾ പറഞ്ഞു ഒരു അനേകം മോണോമറുകൾ കൂടി ചേർന്നിട്ടാണ് പോളിമർ ഉണ്ടാകുന്നത്. അപ്പൊ പോളി എന്നുള്ള വേർഡ് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതായിരിക്കും മിക്കതിന്റെ മോണോമർ ആയിട്ട് നമുക്ക് വരാം. നമ്മൾ പോളി എത്തിലീൻ, പോളിത്തീൻ പറഞ്ഞില്ലേ? അതിൽ എത്തിലീൻ ആണ് പോളിത്തിന്റെ മോണോമർ വരുന്നത്. അതുപോലെ തന്നെ PVC എന്നാണ് പോളിവിനൈൽ ക്ലോറൈഡ്. PVCയുടെ ഫുൾ ഫോം എന്താണ്? പോളി വിനൈൽ ക്ലോറൈഡ്. അതിൽ വിനൈൽ ക്ലോറൈഡ് ആണ് ഈ PVCയുടെ മോണോമർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ തെർമോ പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? പോളിത്തീൻ, PVC, പോളിസ്റ്റൈറീൻ, പോളികാർബണേറ്റ്, അങ്ങനെയുള്ളതൊക്കെയാണ് എന്തിന്? തെർമോ പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ വരുന്നത്. ഇനി ഈ നമ്മുടെ മഴക്കുടകളൊക്കെ കുട നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ഈ PVC എന്ന് പറയുന്നത്. എന്താണ്? മഴക്കുടകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് എന്ത്? PVC. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ CD, DVD അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പോളികാർബണേറ്റുകൾ. എന്താണ്? പോളികാർബണേറ്റുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? CD, DVD പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ PVC എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? മഴക്കുടകളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാലോ PVC പൈപ്പുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പ്ലാസ്റ്റിക്കിനെ കുറിച്ച്, അതായത് തെർമോ പ്ലാസ്റ്റിക്കിനെ കുറിച്ച്
ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് വരുന്ന പോയിന്റ്. ഇനി തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾക്ക് എക്സാമ്പിൾ എന്തൊക്കെയാണ് വരുന്നത്? ബേക്ക്ലെറ്റ്, മെലാനിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ, അതുപോലെ തന്നെ ഡ്യൂറോപ്ലാസ്റ്റ്, അതൊക്കെയാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾക്ക് എക്സാമ്പിൾ വരുന്നത്. അതിൽ തന്നെ ബേക്ക്ലെറ്റ് നമ്മൾ പറഞ്ഞു എന്താണ്, ആദ്യത്തെ കൃത്രിമമായി നമ്മൾ കണ്ടുപിടിച്ച പ്ലാസ്റ്റിക് ആണ് എന്ത് വരുന്നത്, ബേക്ക്ലെറ്റ് വരുന്നത്. നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ഫസ്റ്റ് കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബേക്ക്ലെറ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വൈദ്യുത ഉപകരണങ്ങൾ നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിനും ഏതാണെന്ന് ചോദിച്ചാലും എന്താണ്, ഈ ബേക്ക്ലെറ്റ് തന്നെയാണ്. ഓക്കെ. ഇനി മെലാനിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ, അതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ സ്ട്രോങ് ആയിട്ട് പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്, മെലാനിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ. എന്താണ്, മെലാനിൻ മെലാനിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ. ഓക്കെ. അതുപോലെ തന്നെ ഈ മെലാനിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്, പൊട്ടാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന മറ്റൊരു ഇൻസ്റ്റൻസ് ആണ് എന്ത്, ഫർണിച്ചറുകളൊക്കെ നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളാണ് എന്ത്, ഈ മെലാനിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ അല്ലെ. ഫർണിച്ചറുകളായാലും നമ്മൾ എന്താ, പെട്ടെന്ന് പൊട്ടാനായിട്ട് പാടില്ല അല്ലെ. അപ്പൊ അങ്ങനെ നല്ല കട്ടിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഇനമാണ് എന്ത്, മെലാനിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഡ്യൂറോപ്ലാസ്റ്റ് പറയുന്നത്. ഡ്യൂറോപ്ലാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ സ്യൂട്ട് കേസുകളൊക്കെ ഇല്ലേ, സ്യൂട്ട് കേസുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഇനമാണ് എന്ത്, ഈ ഡ്യൂറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കാറുകളുടെയൊക്കെ, അതായത് കാറുകളുടെയൊക്കെ മെറ്റൽ അല്ലാത്ത ബോഡി പാർട്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഡ്യൂറോപ്ലാസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം ബേക്ക്ലെറ്റിനെ കുറിച്ച് പറഞ്ഞു. ബേക്ക്ലെറ്റ് എന്താണ് പറഞ്ഞത്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഇനമാണ്. അതുപോലെ തന്നെ അതിന്റെ ഉപയോഗം എന്താ നമ്മൾ പറഞ്ഞത്? വൈദ്യുത ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞത്? മെലാനിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ. അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ പൊട്ടാത്ത പാത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ ഫർണിച്ചറുകളൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് മെലാനിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തത് ഡ്യൂറോപ്ലാസ്റ്റ്. ഡ്യൂറോപ്ലാസ്റ്റ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്യൂട്ട് കേസുകൾ ഉണ്ടാക്കാനായിട്ടൊക്കെയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഈ ഡ്യൂറോപ്ലാസ്റ്റ് പ്ലാസ്റ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്യൂട്ട് കേസ് മാത്രമല്ല, നമ്മൾ വേറെ എന്താ പറയുക, കാറിന്റെ ഒക്കെ ബോഡി പാർട്സ് ഉണ്ടാക്കാനായിട്ട്, അതായത് മെറ്റൽ അല്ലാത്ത ബാക്കി പാർട്സ് നിർമ്മിക്കാനായിട്ടൊക്കെ നമ്മൾ ഈ ഡ്യൂറോപ്ലാസ്റ്റ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്ലാസ്റ്റിക്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് അറിയേണ്ടത് പ്ലാസ്റ്റിക്കിന്റെ കനം അറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്, അതായത് പ്ലാസ്റ്റിക്കിന്റെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയുന്നത്? മൈക്രോൺ. പ്ലാസ്റ്റിക്കിന്റെ കനം നമ്മൾ അളക്കുന്നത് എന്ത് യൂണിറ്റിലാണ്? മൈക്രോൺ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. ഒരു മൈക്രോൺ എന്ന് പറയുന്നത് എന്താണ്? മൈക്രോൺ എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ കനം ഉപയോഗിക്കുന്നത്. ഒരു മൈക്രോൺ എന്ന് പറയുന്നത് 10⁻⁻6 മീറ്റർ ആണ്. എന്താണ്? ഒരു മൈക്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? 10⁻⁻6 മീറ്റർ ആണ്. ഓക്കെ. ഒരു മൈക്രോൺ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മൈക്രോൺ എന്ന് പറയുന്നത് 10⁻⁻6 മീറ്റർ ആണ്. ഇനി ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആപ്തവാക്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ 4R എന്നാണ് ആ ആപ്തവാക്യം വരുന്നത്. എന്താണ്? 4R. ഈ 4R ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റെഡ്യൂസ്, റീയൂസ്, റെഫ്യൂസ് ആൻഡ് റീസൈക്കിൾ. എന്തൊക്കെയാണ്? റെഫ്യൂസ്, റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ. അതായത് നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുമ്പോൾ അതിനെന്ത് ചെയ്യണം? ഒന്നാമത്തെ പറയുന്നത് റെഫ്യൂസ് ചെയ്യാം, അതായത് നിരസിക്കാം. പ്ലാസ്റ്റിക് മാക്സിമം നിരസിക്കാം, മാക്സിമം ഉപയോഗിക്കാതിരിക്കാം. പിന്നെ എന്താ പറയുന്നത്? റെഡ്യൂസ് ചെയ്യാം, അതിന്റെ ഉപയോഗം റെഡ്യൂസ് ചെയ്യാം. മാക്സിമം പറ്റാവുന്ന രീതിയിൽ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യാം? പ്ലാസ്റ്റിക് മാറ്റിയിട്ട് നമ്മൾ എന്തെങ്കിലും ക്ലോത്തിന്റെ, ഇപ്പൊ നമ്മൾ ക്ലോത്ത് ബാഗുകൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, കവറുകളൊക്കെ കടകളിലൊക്കെ എന്താ
ക്ലോത്തിന്റെ അല്ലെങ്കിൽ പേപ്പർ ബാഗ്സ്, പേപ്പർ കവറുകളൊക്കെ ആക്കിയിട്ടുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ നമ്മൾ മാക്സിമം പറ്റാവുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ വേറെ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് മാക്സിമം പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം റെഡ്യൂസ് ചെയ്യുക. പിന്നെ പറയുന്നത് റീയൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്തത് വലിച്ചെറിയാതെ മാക്സിമം അതിനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നതാണ് റീസൈക്കിൾ. ഇതുപോലെ തന്നെ എന്താണ്, ഒന്ന് നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ ഈ 4 പോയിന്റുകളാണ് എന്ത് വരുന്നത്, ഈ 4R എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട ആപ്തവാക്യത്തിൽ വരുന്നത്. ഇനി നമ്മുടെ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ അതിലൊരു ഇങ്ങനെ ട്രയാങ്കിൾ ഉണ്ടാവും അല്ലെ. എങ്ങനെയാ, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനൊരു ട്രയാങ്കിൾ ഉണ്ടായിരിക്കും. അതില് ഇപ്പൊ ഇവിടെ ഒരു നമ്പർ ഉണ്ടാവും, 1 2 അങ്ങനെ 1 മുതൽ 7 വരെയുള്ള എന്തെങ്കിലും നമ്പേഴ്സ് ആയിരിക്കും അതിലുണ്ടാവുക. ആ നമ്പേഴ്സ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് എന്ത് ടൈപ്പ് പ്ലാസ്റ്റിക് ആണ്, എന്തിനു ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ട്രയാങ്കിൾ സൈൻ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും. അതെന്താണ്, അതിൽ 1 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിനനുസരിച്ചിട്ടാണ് അത് എന്ത് ടൈപ്പ് പ്ലാസ്റ്റിക് ആണ്, എന്തിനു ഉപയോഗിക്കുന്നതാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ക്ലിയർ? ദെൻ പ്ലാസ്റ്റിക് ലയിക്കുന്ന ലായകം, അതായത് പ്ലാസ്റ്റിക് എല്ലാത്തിനും ലയിക്കില്ലല്ലോ. അപ്പൊ പ്ലാസ്റ്റിക് ലയിക്കുന്ന ലായകം എന്ന് ചോദിച്ചാൽ ഏതാണ്? ക്ലോറോഫോം ആണ് പ്ലാസ്റ്റിക് ലയിക്കുന്ന ലായകമായിട്ട് നമ്മൾ പറയുന്നത്. ഏതാണ്? ക്ലോറോഫോം ആണ് പ്ലാസ്റ്റിക് ലയിക്കുന്ന വാതകം. ഓക്കെ, ക്ലോറോഫോം ആണ് പ്ലാസ്റ്റിക് ലയിക്കുന്ന ലായകം. ദെൻ നമ്മുടെ പ്ലാസ്റ്റിക് ഒക്കെ കത്തുമ്പോൾ ഒരു വിഷവാതകം പുറത്തേക്ക് വരുന്നുണ്ട് അല്ലെ. നമുക്കറിയാം പ്ലാസ്റ്റിക് കത്തുമ്പോൾ ആ സ്മെല്ല് ശ്വസിക്കരുതെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. മണം വരുമ്പോൾ പ്ലാസ്റ്റിക് കത്തുന്ന മണം, പൊട്ട മണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് അർബുദം വരെ കാരണമാകുന്ന, അർബുദത്തിനൊക്കെ കാരണമാകുന്ന ഒരു വിഷവാതകമാണ്. അത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡയോക്സിൻ ആണ്. എന്താണ്? പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന വിഷവാതകം ഏതാണ്? ഡയോക്സിൻ. പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന വിഷവാതകം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഡയോക്സിൻ ആണ്. ഇനി പ്ലാസ്റ്റിക് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു ഇത്ര മൈക്രോണിനേക്കാളും കുറവായിട്ടുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ കേരളത്തിൽ നിരോധിച്ചിരുന്നു. അതെന്താണെന്ന് ഓർമ്മയുണ്ടോ? 2020 ജനുവരി 1 പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നമ്മുടെ കേരളത്തിൽ നിരോധിച്ചത്. എന്നാണ് 2020 ജനുവരി 1 പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നമ്മുടെ കേരളത്തിൽ നിരോധിച്ചത്. അത് ഇത്ര മൈക്രോണിന് താഴെയുള്ള ഉൽപ്പന്നങ്ങളെയാണ് ഈ ജനുവരി 1, 2020 നമ്മൾ നിരോധിച്ചത്. ഓക്കെ, ഇത്രയാണ് പ്ലാസ്റ്റിക്കിന്റെ കാര്യം നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി അടുത്ത നമുക്ക് പറയാനായിട്ടുള്ളത് റബ്ബറിനെ കുറിച്ചിട്ടാണ്. റബ്ബർ. അപ്പോ ആദ്യത്തെ കൃത്രിമ റബ്ബർ എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാണ് പറയാ? ആദ്യത്തെ കൃത്രിമ റബ്ബർ എന്ന് പറയുന്നത് നിയോപ്രീൻ ആണ്. എന്താണ് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ കൃത്രിമ റബ്ബർ? ഏതാണ്? നിയോപ്രീൻ ആണ്. ആദ്യത്തെ കൃത്രിമ റബ്ബർ ഏതാണ്? നിയോപ്രീൻ ആണ്. കൃത്രിമമായിട്ടുള്ള റബ്ബറുകൾക്ക് വേറെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? തയോക്കോൾ, ബ്യൂണ, എസ് ബ്യൂണ, എൻ എന്നുള്ളതൊക്കെയാണ് കൃത്രിമ റബ്ബറുകൾ. ഓക്കെ, ഇനി അതുപോലെ തന്നെ അക്വാട്ടിക് സ്യൂട്ടുകൾ നിർമ്മിക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്, ഈ നിയോപ്രീൻ തന്നെയാണ്. അക്വാട്ടിക് സ്യൂട്ടുകളൊക്കെ ഇല്ലേ, അത് നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനും റബ്ബറാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? നിയോപ്രീൻ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അക്വാട്ടിക് സ്യൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ വരുന്നതാണ് നമ്മുടെ സ്ക്യൂബ സ്യൂട്ടുകളൊക്കെ. ഇപ്പൊ സ്ക്യൂബ സ്യൂട്ടുകൾ, അക്വാട്ടിക് സ്യൂട്ടുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് കൃത്രിമ റബ്ബറാണ്? നിയോപ്രീൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഹോസ് ഒക്കെ ഇല്ലേ, വെള്ളം നനയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഹോസുകള്, സീലുകള് അതൊക്കെ നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ തയോക്കോൾ ആണ്. എന്താണ്? ഹോസുകളും സീലുകളും ഒക്കെ നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തയോക്കോൾ ആണ്. എന്താണ്? തയോക്കോൾ.
നിയോപ്രീൻ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞത് അക്വാട്ടിക് സ്യൂട്ടുകൾ അല്ലെങ്കിൽ സ്ക്യൂബ സ്യൂട്ടുകളൊക്കെ നിർമ്മിക്കാനായിട്ടാണ് നമ്മൾ നിയോപ്രീൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഹോസുകൾ, സീലുകൾ അതൊക്കെ ഉപയോഗിക്കാനായിട്ട് നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? തയോക്കോളാണ്. അതുപോലെ തന്നെ നമ്മുടെ റബ്ബറിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ എന്താണ്? റബ്ബറിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രക്രിയ. ആ പ്രക്രിയയുടെ പേര് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? വൾക്കനൈസേഷൻ. എന്താണ്? വൾക്കനൈസേഷൻ. ഈ വൾക്കനൈസേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്താണ് അവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത്? സൾഫർ ആണ് റബ്ബറിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കാനായിട്ട് വൾക്കനൈസേഷൻ പ്രക്രിയയിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്താണ്? റബ്ബറിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വൾക്കനൈസേഷൻ പ്രക്രിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇതെന്താണ്? സൾഫർ ആണ്. ഓക്കെ, ക്ലിയർ? ഈ സൾഫറിനെ നമ്മൾ സൾഫർ അല്ലെങ്കിൽ എന്താ ഗന്ധകം എന്നും പറയും. മലയാളത്തിൽ എന്താ ഗന്ധകം എന്നും പറയും. ആ വേർഡ് കൂടി പഠിച്ചു വെച്ചോളൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെ ചോദിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സൾഫർ അല്ലെങ്കിൽ ഗന്ധകം എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഇനി വൾക്കനൈസേഷൻ പ്രക്രിയ കണ്ടുപിടിച്ചത് ആരാണ്? വൾക്കനൈസേഷൻ പ്രക്രിയയുടെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ആ പ്രക്രിയ കണ്ടുപിടിച്ചത് ആരാണ്? ചാൾസ് ഗുഡിയർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ആരാണ് വൾക്കനൈസേഷൻ കണ്ടുപിടിച്ചത്? ചാൾസ് ഗുഡിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് വൾക്കനൈസേഷൻ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ടയറിന്റെ വ്യാപാര നാമം എന്താണ്? ഗുഡിയർ ആണ്. ടയർ എന്ന് പറയുന്നത് റബ്ബറാണ്. അപ്പൊ ടയറിന്റെ വ്യാപാര നാമം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഗുഡിയർ ആണ്. ഗുഡിയർ ആണ് ടയറിന്റെ വ്യാപാര നാമം. അതിപ്പോ വ്യാപാര നാമം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മളെന്താ LPG ഗ്യാസ് ഒക്കെ നമ്മൾ പറയില്ലേ ഇന്ത്യൻ ആണെന്നൊക്കെ, ഇന്ത്യൻ അല്ലെ? അതുപോലെ ഒരു ഇതാണ് റബ്ബറിന്റെ വ്യാപാര നാമം എന്ന് പറയുന്നതാണ് ഗുഡിയർ. ഓക്കെ, അതുപോലെ തന്നെ റബ്ബർ ലയിക്കുന്ന ലായകം ഏതാണ്? ടർപ്പന്റൈൻ ആണ്. റബ്ബർ ലയിക്കുന്ന ലായകം ഏതാണ്? ടർപ്പന്റൈൻ ആണ്. നമ്മൾ പ്ലാസ്റ്റിക് ലയിക്കുന്ന ലായകം ഏതാണ് പറഞ്ഞത്? ക്ലോറോഫോം. പ്ലാസ്റ്റിക് ലയിക്കുന്ന ലായകം ക്ലോറോഫോം, റബ്ബർ ലയിക്കുന്ന ലായകം ടർപ്പന്റൈൻ. എന്താണ്? ടർപ്പന്റൈൻ ആണ് റബ്ബർ ലയിക്കുന്ന ലായകം. അതുപോലെ തന്നെ റബ്ബറിന്റെ ലാറ്റക്സ് അല്ലെ, ആ പാല് ഘനീഭവിക്കാതിരിക്കാൻ, അതായത് കട്ട പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആസിഡ് ഏതാണ്? ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡ് ആണ്. അതായത് ലാറ്റക്സ് കട്ട പിടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ എന്താ ഘനീഭവിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഫോർമിക് ആസിഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ലാറ്റക്സ് അല്ലെങ്കിൽ റബ്ബറിന്റെ ആ പാല് കട്ട പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഫോർമിക് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കട്ട പിടിക്കാനായിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? അമോണിയ ആണ് ഉപയോഗിക്കുന്നത്. എന്താണ്? റബ്ബറിന്റെ ആ ലാറ്റക്സ് കട്ട പിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? അമോണിയ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പോളിമർ എന്ന് പറയുന്ന പാർട്ടിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫിലെ ഒരു പോർഷൻ പോളിമേഴ്സ് എന്ന് പറയുന്ന പോർഷൻ നമ്മൾക്ക് ഇതോടുകൂടി തീർന്നു. അപ്പോൾ എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് മാത്രമല്ല, കൂടുതൽ നിങ്ങൾ നമ്മുടെ റാങ്ക് ഫയലൊക്കെ കൂടി ഒന്നുകൂടി നോക്കിയിട്ട് പഠിക്കണം. നമ്മൾ മെയിൻ പോയിന്റ്സ് ആണ് ഇപ്പൊ പറയുന്നത്. കൂടുതലായിട്ട് എക്സാമിന് ചോദിച്ചു വരുന്നത് നിങ്ങൾ ഒന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട പോയിന്റുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നത്. കുറച്ചും കൂടി പോയിന്റ്സ് നമുക്ക് എക്സ്ട്രാ പഠിക്കേണ്ടി വരും. അപ്പം അത് നിങ്ങൾ റാങ്ക് ഫയലൊക്കെ നോക്കി റെഫർ ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പം ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.